നമസ്കാരം, ഏവർക്കും അക്ഷയ മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ സാധാരണ കുടുംബങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. വീട്ടിൽ സോളാർ പാനൽ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാരിന്റെ PM സൂര്യഘർ മുഫ്ത് ബിജി യോജന പദ്ധതിയിലൂടെ പരമാവധി 78,000 വരെ സബ്സിഡി ലഭിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എന്നാൽ ഈ സബ്സിഡി എല്ലാവർക്കും ലഭിക്കുമോ? എന്തൊക്കെയാണ് അർഹതകൾ? അപേക്ഷ എങ്ങനെ നൽകണം? ഏത് തരത്തിലുള്ള സോളാർ സിസ്റ്റത്തിനാണ് സബ്സിഡി ലഭിക്കുക? 3 കിലോ വാട്ട് സിസ്റ്റം സ്ഥാപിക്കുന്നത് എന്തുകൊണ്ടാണ് കൂടുതൽ ഗുണകരമെന്ന് പറയുന്നത്? ഇതെല്ലാം വളരെ വ്യക്തമായി ഈ വീഡിയോയിൽ വിശദീകരിക്കാം. വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം പറയട്ടെ. സർക്കാർ പദ്ധതികൾക്ക് കാലാനുസൃതമായി മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് ഔദ്യോഗിക പോർട്ടലിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ പരിശോധിക്കുക. ഇനി ആദ്യം ഈ പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കൂ. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്നത് രാജ്യത്തെ വീടുകളിൽ റൂഫ് ടോപ്പ് സോളാർ സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനായി ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൽ KECBയും ANERTയും പ്രധാന പങ്കുവഹിക്കുന്നു. സോളാർ സ്ഥാപിക്കുന്നവർക്ക് സർക്കാർ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് DBT വഴിയാണ് സബ്സിഡി നൽകുന്നത്. അതായത് പണം കൈപ്പറ്റാൻ ഇടനിലക്കാരെ സമീപിക്കേണ്ട സാഹചര്യമില്ല. ഇനി സബ്സിഡി എത്രയാണെന്ന് നോക്കാം. 1 കിലോ വാട്ട് സിസ്റ്റത്തിന് ഏകദേശം 30,000 വരെ കേന്ദ്ര സർക്കാർ സബ്സിഡി ലഭിക്കും. 2 കിലോ വാട്ട് സിസ്റ്റത്തിന് ഏകദേശം 60,000 വരെ ലഭിക്കും. 3 കിലോ വാട്ട് സിസ്റ്റത്തിന് പരമാവധി 78,000 വരെ ലഭിക്കും. സബ്സിഡി 3 കിലോവാട്ടിന് മുകളിലുള്ള സിസ്റ്റം സ്ഥാപിച്ചാലും കേന്ദ്ര സബ്സിഡിയിലൂടെ പരമാവധി പരിധി 78,000 തന്നെയാണ്. ഇനി ഏകദേശം ചെലവിനെ കുറിച്ച് പറയാം. കിലോവാട്ട് സിസ്റ്റത്തിന്റെ ചെലവ് ഏകദേശം 50,000 മുതൽ 55,000 രൂപ വരെ വരാം. കിലോവാട്ട് സിസ്റ്റത്തിന്റെ ഏകദേശം 1,40,40,000 മുതൽ 1,60,60,000 വരെ ചെലവാക്കാം. 3 കിലോവാട്ട് സിസ്റ്റത്തിന് ഏകദേശം 1,90,000 മുതൽ 2,30,000 വരെ ചെലവ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ 1, 2, 3 കിലോവാട്ടുകൾക്കായിട്ടാണ് ഇങ്ങനെ തുക തിരിച്ചിരിക്കുന്നത്. സബ്സിഡി ലഭിച്ചതിന് ശേഷം ഉപഭോക്താവ് വഹിക്കേണ്ട തുക ഗണ്യമായി കുറയും. ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, ആർക്കൊക്കെയാണ് ഈ പദ്ധതിക്ക് അപേക്ഷിക്കാനാവുക? ഒന്നാമതായി KECBയുടെ ഗാർഹിക വൈദ്യുതി കണക്ഷൻ ഉണ്ടായിരിക്കണം. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും ഈ സബ്സിഡി ലഭിക്കില്ല. രണ്ടാമത്തേതായി സ്ഥാപിക്കുന്ന സിസ്റ്റം ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ആയിരിക്കണം. നെറ്റ് മെറ്ററിംഗ് സംവിധാനം ഉപയോഗിക്കുന്ന പദ്ധതികൾക്കാണ് സബ്സിഡി അനുവദിക്കുന്നത്. ബാറ്ററി മാത്രം ഉപയോഗിക്കുന്ന ഓഫ് ഗ്രിഡ് സംവിധാനങ്ങൾക്ക് സാധാരണയായി ഈ സബ്സിഡി ലഭിക്കില്ല. മൂന്നാമതായി മേൽക്കൂരയിൽ ആവശ്യമായ സ്ഥലം ഉണ്ടായിരിക്കണം. ഓരോ കിലോവാട്ടിനും ഏകദേശം 100 ചതുരശ്രീ അടി നിഴൽ വീഴാത്ത സ്ഥലം ലഭിക്കുന്നതാണ് നല്ലത്. നാലാമതായി അതേ വിലാസത്തിൽ മുമ്പ് ഈ പദ്ധതിയുടെ സബ്സിഡി ലഭിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അതേ വിലാസത്തിന് സബ്സിഡി അനുവദിക്കില്ല. ഇനി അപേക്ഷ എങ്ങനെ നൽകാമെന്ന് നോക്കാം. ആദ്യം ദേശീയ PM സൂര്യഘർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. കേരളം സംസ്ഥാനമായി തിരഞ്ഞെടുക്കണം. ഡിസ്കോമായി KECB തിരഞ്ഞെടുക്കണം. ശേഷം നിങ്ങളുടെ KECB കൺസ്യൂമർ നമ്പർ നൽകണം. അതിനുശേഷം ടെക്നിക്കൽ ഫീസിബിലിറ്റി അപ്രൂവലിനായി അപേക്ഷ നൽകണം. പ്രാദേശിക KECB ഉദ്യോഗസ്ഥർ നിങ്ങളുടെ പ്രദേശത്തെ ട്രാൻസ്ഫോമറിന്റെ ശേഷിയും മറ്റ് സാങ്കേതിക കാര്യങ്ങളും പരിശോധിക്കും. അനുമതി ലഭിച്ച ശേഷം മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് പോകാവൂ. അതിനുശേഷം സർക്കാർ അംഗീകൃത എംപാനൽഡ് വെൻഡോർ തിരഞ്ഞെടുക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണ്. അംഗീകൃത പട്ടികയിൽ ഇല്ലാത്ത സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സബ്സിഡി ലഭിക്കുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വെണ്ടർ സോളാർ സംവിധാനം സ്ഥാപിക്കും. തുടർന്ന് നെറ്റ് മെറ്റർ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കും. സ്ഥാപനം പൂർത്തിയായ ശേഷം കമ്മീഷനിംഗ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. അതിനൊപ്പം ബാങ്ക് അക്കൗണ്ടിന്റെ ക്യാൻസൽഡ് ചെക്ക് അല്ലെങ്കിൽ ആവശ്യമായ ബാങ്ക് വിവരങ്ങളും പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. എല്ലാ നടപടികളും വിജയകരമായി പൂർത്തിയായാൽ സബ്സിഡി തുക DBT വഴി ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറും. ഇനി ആവശ്യമായ രേഖകൾ നോക്കാം. KECB വൈദ്യുതി ബിൽ, ആധാർ കാർഡ്, വീടിന്റെ ഉടമസ്ഥാവകാശ രേഖ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ടാക്സ് റെസിപ്റ്റ്, ബാങ്ക് പാസ്ബുക്ക് അല്ലെങ്കിൽ ക്യാൻസൽഡ് ചെക്ക്. ഇനി പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്, 3 കിലോവാട്ട് സിസ്റ്റം എന്തുകൊണ്ടാണ് കൂടുതൽ ശുപാർശ ചെയ്യപ്പെടുന്നത്? കാരണം പരമാവധി സബ്സിഡി ലഭിക്കുന്നത് ഈ ശേഷി വരെയാണ്. സാധാരണ കേരളത്തിലെ ഒരു കുടുംബത്തിന്റെ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റാൻ പല സാഹചര്യങ്ങളിലും 3 കിലോവാട്ട് മതിയാകാറുണ്ട്. വൈദ്യുതി ബില്ല് ഗണ്യമായി കുറയാനും ദീർഘകാല ലാഭം നേടാനും ഇത് സഹായിക്കും. എന്നാൽ ഓരോ വീടിന്റെയും വൈദ്യുതി ഉപയോഗം വ്യത്യസ്തമായതിനാൽ അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുൻപ് നിങ്ങളുടെ മാസാന്ത ഉപയോഗം പരിശോധിക്കുകയും
വിദഗ്ധരുടെ ഉപദേശം തേടുകയും ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സബ്സിഡി ലഭിക്കുമെന്ന് പറഞ്ഞ് ചിലർ മുൻകൂർ വലിയ തുക ആവശ്യപ്പെടുകയോ തെറ്റായ വാഗ്ദാനങ്ങൾ നൽകുകയോ ചെയ്യാം. അതുകൊണ്ട് ഔദ്യോഗികമായി അംഗീകൃത വെണ്ടർമാരെ മാത്രം തിരഞ്ഞെടുക്കുക. ഏതെങ്കിലും രേഖയിൽ ഒപ്പിടുന്നതിന് മുൻപ് മുഴുവൻ വിവരങ്ങളും വായിച്ചുറപ്പിക്കുക. ഇനി സോളാർ സ്ഥാപിക്കുന്നതിന്റെ ചില ഗുണങ്ങൾ നോക്കാം. വൈദ്യുതി ബിൽ കുറയാൻ സാധിക്കും. ശുദ്ധ ഊർജ ഉപയോഗം വർദ്ധിക്കും. ദീർഘകാല സാമ്പത്തിക ലാഭം ലഭിക്കും. പരിസ്ഥിതി സംരക്ഷണത്തിനും ഇത് സഹായകരമാണ്. സോളാർ സംവിധാനത്തിന്റെ പരിപാലനവും പ്രധാനമാണ്. പാനലുകൾ ഇടയ്ക്കിടെ വൃത്തിയാക്കുക. വലിയ മരങ്ങളുടെ നിഴൽ പാനലുകളിൽ വീഴുന്നില്ലെന്ന് ഉറപ്പാക്കുക. ഇടയ്ക്കിടെ സിസ്റ്റത്തിന്റെ പ്രവർത്തനം പരിശോധിക്കുക. വീട്ടിലെ വൈദ്യുതി ഉപയോഗം കണക്കിലെടുത്ത് അനുയോജ്യമായ ശേഷി തിരഞ്ഞെടുക്കുക. ഇനി വീഡിയോ അവസാനിക്കുന്നതിന് മുൻപ് ഒരു പ്രധാന കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കാം. കേരളത്തിലെ ഗാർഹിക KEB കണക്ഷൻ ഉള്ളവർക്ക് പദ്ധതിയിൽ അപേക്ഷിക്കാം. ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ആയിരിക്കണം. പരമാവധി കേന്ദ്ര സബ്സിഡി 78,000 വരെയാണ്. സർക്കാർ അംഗീകൃത വെണ്ടർ വഴിയാണ് സ്ഥാപനം നടത്തേണ്ടത്. ആവശ്യമായ രേഖകൾ അപേക്ഷ മുതൽ സബ്സിഡി ലഭിക്കുന്നത് വരെ എല്ലാ ഘട്ടങ്ങളും ഔദ്യോഗിക പോർട്ടൽ വഴിയാണ് നടക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഇത്തരത്തിലുള്ള സർക്കാർ പദ്ധതികൾ, സബ്സിഡികൾ, പെൻഷൻ, റേഷൻ പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.